തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20ഓളം കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അവരുടെ സ്വിയറിംഗ് ഇൻ റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി വിധിയെക്കുറിച്ചുള്ള ചർച്ചകൾ തുടരുകയാണ്. ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ, ഇതാണ് മുനിസിപ്പൽ ആക്ടിൽ പറയുന്നത് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന്. അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത ഭീമാപ്പള്ളി കൗൺസിലറുണ്ട്. അതുപോലെ തന്നെ നിരവധി ലീഗ് MLA മാർ മുമ്പ് നിയമസഭയിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇനി അള്ളാഹു ഒരു ദൈവം മാത്രമേ ഉള്ളൂ, ഹൈന്ദവ വിശ്വാസപ്രകാരം നിരവധി ദൈവങ്ങളുണ്ട് എന്നതുകൊണ്ടോ ആണോ ഈ സത്യപ്രതിജ്ഞ റദ്ദാക്കിയത് എന്ന ചോദ്യം ഉയരുകയാണ്. ചെമ്പഴന്തി ഉദയൻ ഒന്നാമതായിട്ട് മണ്ണന്തല കൗൺസിലറാണ്. ഗുരുദേവ നാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. നേരത്തെ ഒരു MLA JSSന്റെ MLA ഉമേഷ് ചളിയിൽ ഗുരുദേവന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമായിരുന്നു, MLA ആയിരുന്നപ്പോൾ. അടുത്തത് R സുഗതൻ, അദ്ദേഹം കാപ്പ കേസിൽ പ്രതി ചേർക്കപ്പെട്ട ആളാണ്. വാഴോട്ടുകുണം വാർഡ് ഗുരുദേവ നാമത്തിലാണ് അദ്ദേഹവും സത്യപ്രതിജ്ഞ ചെയ്തത്. അടുത്തത് വിഷ്ണു മോഹൻ പാങ്ങോട് ഉദിയന്നൂർ ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതുപോലെ സൂര്യ VS വലിയശാല കൗൺസിലർ കാവിലമ്മയുടെ നാമത്തിൽ. അതുപോലെ തന്നെ ഈ നിരവധി ബലിദാനികളുണ്ട്, BJPക്കും RSSനും ഒക്കെ നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അവരുടെയൊക്കെ നാമത്തിൽ പലരും സത്യപ്രതിജ്ഞ ചെയ്തതായുള്ള വാർത്തകളും ഉണ്ട്. SS ശ്രുതി ആറ്റുകാലമ്മയുടെ നാമത്തിൽ, അവർ ആറ്റുകാൽ വാർഡിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ ഇരുമ്പംകുളങ്ങര ദുർഗാ ഭഗവതിയുടെ പേരിൽ, അതുപോലെ ബലിദാനികളുടെ ഈ പ്രസ്ഥാനത്തിലെ ബലിദാനികളുടെ പേരിൽ, പത്മനാഭസ്വാമിയുടെ പേരിൽ, ഭഗവത് നാമത്തിൽ തുടങ്ങിയ സത്യപ്രതിജ്ഞകളാണ് ഇപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളതിനെ വിമർശനാത്മകമായി തന്നെ കാണണം. അതിന് നിയമത്തിൻ്റെ വശങ്ങൾ ഉണ്ട് തീർച്ചയായിട്ടും. ഇപ്പം അള്ളാഹുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിലോ ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുണ്ടാകാം. ഇതുവരെ അതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ നാമത്തിൽ കേട്ടിട്ടുണ്ട്, യേശുവിൻ്റെ നാമത്തിലുള്ളത് കേട്ടിട്ടില്ല. ക്രിസ്ത്യൻ വിശ്വാസികൾക്ക് അങ്ങനെയും ചെയ്യാം. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒരു ജനപ്രതിനിധിയായിട്ടാണ്. ആ ജനപ്രതിനിധി തീർച്ചയായിട്ടും മുനിസിപ്പൽ ആക്ടിലെ ആയാലും കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ആക്ടിലെ ആയാലും എല്ലാ നിയമങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ദൃഢപ്രതിജ്ഞയോ അല്ലെങ്കിൽ ദൈവനാമത്തിലോ അല്ലെങ്കിൽ ഈശ്വരനാമത്തിൽ, കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഈശ്വരനാമത്തിലോ ദൈവനാമത്തിലോ ആണ് സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്ന് കൃത്യമായി തന്നെ മുനിസിപ്പൽ ആക്ടിൽ അല്ലെങ്കിൽ KLA ആക്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ BJPക്ക് തിരിച്ചടി എന്നൊക്കെ പറഞ്ഞാണ് വാർത്തകൾ മാധ്യമങ്ങൾ നൽകിയത്. തിരിച്ചടിയല്ല, ഏതാനും ദിവസങ്ങൾക്കകം ഇവരെല്ലാം തന്നെ വീണ്ടും ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയായിട്ടോ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വരും. ആ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ഒരു കാലഘട്ടത്തിൽ അവർക്ക് കൗൺസിലർ സ്ഥാനം അല്ലെങ്കിൽ കൗൺസിലർ എന്നുള്ള നിലയ്ക്കുള്ള നിയമപരമായ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. കാരണം സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ അവർ ഔദ്യോഗികമായി ജനപ്രതിനിധിയാകുന്നുള്ളൂ. അതുവരെ അവർ സാധാരണ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ്. ഔദ്യോഗിക സ്ഥാനങ്ങളോ ഔദ്യോഗിക കൃത്യനിർവഹങ്ങളോ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരെ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നത് അത് അങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പം സത്യപ്രതിജ്ഞ ചെയ്യുന്നതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാം എന്നുള്ളതല്ലാതെ നിയമം കയ്യിലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിയമത്തെ ഇത്തരത്തിൽ മാറ്റി എഴുതിക്കൊണ്ടൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, അതിപ്പോൾ BJPക്കാരായാലും UDFകാരായാലും CPMകാരായാലും ഒക്കെ ആ രീതിയിൽ തന്നെ ഏത് രീതിയിൽ ചെയ്താലും അതിന് ഒരു കോമൺ ആയിട്ട് ഒരു പൊതുവായ ഒരു നിയമസംഹിതയുണ്ട്. അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കൗൺസിലർ കൂടിയായ CPM നേതാവ് SP ദീപക് എന്ന വ്യക്തിയാണ് ഇത് സംബന്ധിച്ച പരാതി നൽകിയത്. അദ്ദേഹത്തിൻ്റെ പരാതി അംഗീകരിച്ചുകൊണ്ടാണ് ഈ കോടതി ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്ന പടി സത്യപ്രതിജ്ഞ ചെയ്യാൻ പറ്റില്ല. വലിയ ഭൂരിപക്ഷവും കാര്യങ്ങളുമൊക്കെ കിട്ടുമായിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ഭൂരിപക്ഷത്തോടെ വിജയം കൈവരിക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത് ഒരു ജനപ്രതിനിധിയായിട്ടാണ്, ജനങ്ങളുടെ ഒരാളായിട്ടാണ്, ഒരു നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട്, ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഒരു നിയമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത് ഈശ്വരനാമത്തിലോ പ്രതിജ്ഞയായിട്ടോ തന്നെ ചെയ്യേണ്ടതാണ്. അതിനകത്ത് ഒന്നും രണ്ടും പറഞ്ഞിട്ടും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ടും ഒന്നും കാര്യമില്ല. BJPക്കാരായാലും CPMകാരായാലും ഇനിയിപ്പോൾ ഏത് പാർട്ടിക്കാരായാലും നിയമത്തിൻ്റെ രീതിയിൽ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകണം. അതനുസരിച്ച് മാത്രമേ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഭരണഘടനാ സംവിധാനത്തിലൂടെ സാധിക്കുകയുള്ളൂ.